എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കൊന്ന് സിമ്പിളായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് സിമ്പിളായിട്ട് അടിപൊളിയായിട്ടൊരു ചമ്മന്തിയാണ്. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ചോറിൻ്റെ കൂടെ സൂപ്പറാണ്. ദോശയുടെ കൂടെയും സൂപ്പറാണ്, ചോറിൻ്റെ കൂടെയും സൂപ്പറാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാമേ. അപ്പം അതിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവിയത്, 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. നല്ല മുളക് കൂടുതൽ എരിവ് വേണ്ടവർക്ക് നല്ല മുളക് എടുക്കാം. പിന്നെ കായം, 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്. ഇത്രയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു. എണ്ണ ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണയായാലും മതി. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായപ്പോഴത്തേക്കും കടുകിട്ട്, കടുക് പൊട്ടി തുടങ്ങി. കടുക് ഒരുമാതിരി പൊട്ടി തീർന്നു കഴിയുമ്പം ഉഴുന്ന് കൂടെ ഇടണം. ഉഴുന്നിട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഒരു 2 മിനിറ്റ് 2 മിനിറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഞാൻ പിരിയൻ മുളകാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് അതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആക്കണ്ട. ജസ്റ്റ് ഒന്ന് വഴറ്റി ആ ഉഴുന്നിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകണം. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഉഴുന്നൊന്ന് അരയ്ക്കുന്ന ജസ്റ്റ് ഒരു ബ്രൗൺ, ഒരുപാട് ബ്രൗൺ ആകണ്ട, ജസ്റ്റ് ഒരു ബ്രൗൺ കളർ അത്രയും മതി. അത് കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യണം. ഈ ഒരു പരുവത്തിന് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ട് കുറച്ച് പുളി, നമ്മൾ പിഴിയുന്ന പുളിയില്ല, ആ പുളി കുറച്ചൊരു ചെറിയ നുള്ളു പുളി, പിന്നെ കായം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കായം ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കായം. പിന്നെ ഇതെല്ലാം കൂടെ ആ ചീനിച്ചട്ടിക്കകത്ത് ചൂടുള്ളത് കൊണ്ട് ജസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കായവും പുളിയും ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സി റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മൾ വറുത്ത് വെച്ച സാധനമൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാൻ ഞാനതെല്ലാം മിക്സിയുടെ ജാറിലോട്ട് മാറ്റി. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തി പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. വെറൈറ്റി ആയിട്ടൊരു ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒന്നും വേണ്ട. ഇനി തേങ്ങയും കൂടെ ഇട്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആവശ്യത്തിന്, 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ഇടുന്നത്. പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇടാം. ഞാനിവിടെ ഇപ്പം 1/4 ടീസ്പൂണേ ഇടുന്നുള്ളൂ. ഇനി നമുക്ക് ഇപ്പം വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ ഇപ്പോൾ ഒഴിച്ചാൽ ആ വറ്റൽമുളക് അരഞ്ഞ് വരാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. ഓക്കെ, ജസ്റ്റ് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ വേണമെങ്കിൽ ഇച്ചിരി കറിവേപ്പില ഇടാം. ഞാനത് കറിവേപ്പില ഇട്ടിട്ടില്ല. അതിൻ്റെ ആ കായപ്പൊടിയുടെ ടേസ്റ്റ്, കായപ്പൊടിയാണ് ഇവിടെ ഹൈലൈറ്റ്. ഇപ്പം ഈ ഒരു പരുവത്തിന് അരച്ചു. ഇനി നമുക്കൊരു കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മതി. അത്രയും വെള്ളമേ ഒഴിക്കാവൂ. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുക്കാം മിക്സിയിൽ. ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. ഒരുപാടങ്ങ് അരച്ച് ഇതാക്കണ്ട. ജസ്റ്റ് ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റണം. ഈ ഒരു പരുവത്തിന് അരച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി റെഡിയായി. അടിപൊളിയായിട്ടൊരു ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം എൻ്റെ ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണേ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു, ബൈ.